യേശുവിൻ്റെ സഹോദരിമാരെന്നും സഹോദരന്മാരെന്നും സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അതും അവരുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത് മറിയയ്ക്ക് യോസഫിൽ ഉണ്ടായ മക്കളാണെന്ന് കേൾക്കുമ്പോഴൊക്കെ പലർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായതായി എന്നോട് പറയാറുണ്ട്. എനിക്ക് അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകും. ആരെയും മുഷിപ്പിക്കാനല്ല പറയുന്നതും. ഞാൻ ഇതിനു മുൻപ് പല പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഒന്ന് ഇവിടെ ഓർപ്പിക്കട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിൻ്റെ വക്താവല്ല. ചിലരൊക്കെ എന്നെ പാസ്റ്റർ എന്ന് സംബോധന ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പാസ്റ്ററോ അച്ഛനോ ഒന്നുമല്ല. നിങ്ങളുടെ ഒരു സഹോദരൻ, വെറും സഹോദരൻ. അതുകൊണ്ട് ആരുടെയും പക്ഷം പിടിച്ച് പഠിപ്പിക്കേണ്ടതില്ല എന്ന് സാരം. സത്യം എന്തെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നവരുടെ ആത്മീയ വർധനയ്ക്കായി പറയുന്നു, അത്രമാത്രം. ആരെയും ബുദ്ധിമുട്ടിക്കുവാനല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ചിന്തിച്ചാട്ടെ, യേശുവിന് ശേഷം മറിയത്തിന് മക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാൻ കാരണം, അങ്ങനെ വന്നാൽ മറിയത്തെ ദൈവമാതാവായി പരിഗണിക്കുവാൻ കഴിയില്ല എന്നതാണ്. അതായത് മറിയത്തിന് ദൈവത്വം ഉണ്ട് എന്ന് പറയുവാൻ കഴിയില്ല എന്ന ചിന്ത കൊണ്ടാണ് ഇങ്ങനെ ഒരു വാദമുണ്ടാകുന്നത്. മറിയത്തിന് ദൈവത്വം നൽകുന്ന ചിന്ത എങ്ങനെയുണ്ടായി, എപ്പോൾ ഉണ്ടായി, അതിലെ അപാകതകൾ എന്തൊക്കെയാകുന്നു എന്ന് മറ്റൊരവസരത്തിൽ ഞാൻ പഠിപ്പിക്കാം. അതിനിപ്പോൾ സമയം തികയുകയില്ല. എന്നാൽ ഓർക്കുക, AD 431 വരെ മറിയത്തെ ആരാധിക്കുന്ന യാതൊരു പ്രവണതയും സഭയിൽ ഉണ്ടായിരുന്നില്ല. AD 600 ആദ്യമായി മറിയത്തോടുള്ള പ്രാർത്ഥന തന്നെ റോമാസഭയിൽ വന്നത്. ഈ കാലയളവിനെ സഭയുടെ ഇരുണ്ട കാലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കാര്യം കൊണ്ടല്ല, പല കാരണങ്ങളുണ്ട്. സകലവിധ അനാചാരങ്ങളും അഴിമതികളും അന്നത്തെ സഭയ്ക്കുള്ളിൽ കയറിക്കൂടിയ കാലമാണത്. അങ്ങനെയുണ്ടായ ചിന്താഗതിയെ വളർത്തുവാൻ ദൈവവചനത്തെ വളച്ചൊടിക്കുന്നത് ശരിയല്ലല്ലോ. ആണോ? ഇന്നത്തെ പാഠഭാഗം തന്നെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഞാൻ കുറെ കൂടി അവിടെ വിവരിക്കുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ശ്രദ്ധിച്ചാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നാം ഇന്നലെ പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഇന്നിനിയും നാം 7-ാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. യേശു ജീവജലമാകുന്നു എന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നുമുള്ള വാഗ്ദത്തവും ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളത്രേ. അങ്ങനെ ഈ അധ്യായവും വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നത്രേ. ആദ്യത്തെ ഭാഗം, അതായത് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം, യേശു കൂടാരപ്പെരുന്നാളിൽ ദേവാലയത്തിൽ പഠിപ്പിക്കുന്നതത്രേ. ഞാൻ 1-ാം വാക്യം ഒന്ന് വായിക്കാം. അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദ്യയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. അതിന്റെ ശേഷം സമയക്രമം അനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നമ്മുടെ യോഹന്നാന്റെ ഒരു സാധാരണ പ്രയോഗം മാത്രമാകുന്നു ഇത്. അതിന്റെ ശേഷം സംഭവങ്ങളുടെ ക്രമം കാണിക്കുവാൻ അങ്ങനെ ഉപയോഗിച്ചു എന്ന് മാത്രം. 6-ാം അധ്യായത്തിലെ സംഭവങ്ങൾ ഗലീല കടൽ അരികെ നടന്നതാണ്. എന്നാൽ അതിനു മുൻപ് യേശു യെരുശലേമിലായിരുന്നു. അവിടെ ബെഥസ്ദ കുളക്കരയിൽ നടന്ന അത്ഭുതവുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ നേർക്കൊരു വലിയ പ്രശ്നം ഉയർന്നു. 6-ാം അധ്യായത്തിലെ സംഭവങ്ങളും 7-ാം അധ്യായത്തിലെ സംഭവങ്ങളും തമ്മിൽ ഏതാണ്ട് 6 മാസത്തെ വ്യത്യാസമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലും, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും ഈ കാലയളവിൽ നടന്ന സംഭവങ്ങളാണ് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. തന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന വർഷം യേശു തന്റെ പ്രവർത്തനങ്ങൾ ഗലീലയിൽ കേന്ദ്രീകരിച്ചാണ് അന്ന് ചെയ്തത്. യഹൂദയിലെ മതഭരണാധിപന്മാർ യേശുവിനെ കൊല്ലുവാൻ തരമന്വേഷിച്ചു വന്നു എന്നതിനാൽ യേശു യഹൂദയിൽ കൂടി സഞ്ചരിച്ചില്ല. തന്റെ പിതാവ് തനിക്ക് നൽകിയിരുന്ന ഒരു ദൈവീക പരിപാടിയായിരുന്നു യേശു അനുസരിച്ചിരുന്നത്. തന്റെ സമയമാകുന്നത് വരെ ഈ മനുഷ്യർക്ക് അവനെ തൊടുവാൻ പോലും കഴിയുമായിരുന്നില്ല. യേശുവിന്റെ ഐഹിക ജീവിതകാലത്തെ അവസാനത്തെ 6 മാസങ്ങളിലേക്കാണ് നാം ഇനിയും പ്രവേശിക്കുവാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സംഭവമായി യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് ഈ കൂടാരപ്പെരുന്നാൾ അത്രേ. യേശുക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി ഒരു
കൊടുങ്കാറ്റടിക്കുവാൻ തുടങ്ങുന്നതായി 1-ാം വാക്യം വെളിപ്പെടുത്തുന്നു. 6 മാസങ്ങൾക്ക് ശേഷം ആ കൊടുങ്കാറ്റ് അതിന്റെ എല്ലാ ശക്തിയോടും കൂടി യേശുവിന്മേൽ അടിച്ച് അവനെ ക്രൂശിന്മേൽ കയറ്റുന്നതാണ്. പ്രിയ സുഹൃത്തെ, ആ കൊടുങ്കാറ്റ് ഇന്നും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ ഇന്നോളം ജീവിച്ചിരുന്നിട്ടുള്ളവരിൽ ആരെക്കാളും അധികം അഭിപ്രായ ഭിന്നത യേശുവിനെ കുറിച്ചുണ്ട്. അവർ അവനെക്കുറിച്ച് ദൈവദൂഷണം പറയുകയും ഏറ്റവും മോശമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ ഇന്നും അനേകർക്കും ഒരു തർക്ക വിഷയമാണ്. കൊടുങ്കാറ്റ് അടിച്ചുയർന്നിരുന്നാലും മാറിപ്പോകുന്ന ആ വിധം തുടരുവാൻ ഈ പ്രാവശ്യം യേശു ചിന്തിച്ചില്ല. അവൻ യെരുശലേമിൽ കൂടാരപ്പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു എന്ന് 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യഹൂദന്മാരിൽ ആണൊക്കെയും യെരുശലേമിൽ സംബന്ധിക്കേണ്ടിയിരുന്ന 3 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് ന്യായപ്രമാണം അനുസരിച്ചിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് പെസഹ പെരുന്നാളിലും കൂടാരപ്പെരുന്നാളിലും പെന്തക്കോസ്ത് പെരുന്നാളിലും അവൻ യെരുശലേമിലേക്ക് പോകേണ്ടിയിരുന്നു. ലേവ്യ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ കൂടാരപ്പെരുന്നാളിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടതിനെ ഓർക്കുന്ന ആ വലിയ സന്തോഷത്തിന്റെ പെരുന്നാളായിരുന്നു ഈ കൂടാരപ്പെരുന്നാൾ. തങ്ങളുടെ മരുഭൂമി യാത്രയിൽ അവർ കൂടാരങ്ങളിൽ പാർത്തിരുന്നതിനാൽ ഈ പെരുന്നാൾ കൂടാരങ്ങളിലെ പെരുന്നാളായിരുന്നു. അവർ കൂട്ടം കൂട്ടമായി കൂടാരങ്ങളിൽ പാർത്തിരുന്നു. കാഹളമൂതുകയും 70 കാളകളെ യാഗം കഴിക്കുകയും ചെയ്തു. ദേവാലയത്തിൽ വെള്ളം ഒഴിക്കുക പതിവായിരുന്നു. ഒടുവിലത്തെ ദിവസം ഇരട്ടി വെള്ളം ഒഴിക്കുമായിരുന്നു. ഇങ്ങനെ ചെയ്തിരുന്നത് ദൈവം മരുഭൂമിയിൽ വെച്ച് തങ്ങൾക്ക് കുടിപ്പാനായി പാറയെ പിളർന്ന് വെള്ളം നൽകിയതിന്റെ ഓർമ്മയ്ക്കാണ്. ശീലോഹാം കുളത്തിൽ നിന്നുമായിരുന്നു ഈ ആവശ്യത്തിനായി വെള്ളം അവർ അന്ന് കൊണ്ടുവന്നിരുന്നത്. അക്ഷരാർത്ഥത്തിൽ അവർ വീപ്പ കണക്കിന് വെള്ളം കൊണ്ട് ഒഴിച്ചിരുന്നു. ഈ ഉത്സവത്തിന്റെ ദിനങ്ങളിൽ അകത്തെ പ്രാകാരം പന്തങ്ങളാൽ പ്രകാശിപ്പിച്ചിരുന്നു. ഇത് മരുഭൂമിയിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് രാത്രിയിൽ പ്രകാശത്തിനായി ദൈവം നൽകിയ ആ അഗ്നിസ്തംഭങ്ങളെ ഓർക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്തെന്നാൽ, ഇസ്രായേൽ മക്കളെ അന്ന് നയിച്ചിരുന്ന മേഘസ്തംഭവും അഗ്നിസ്തംഭവും യേശുക്രിസ്തുവിന്റെ ചിത്രങ്ങളായിരുന്നു. യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുവാനായി അവ നൽകപ്പെട്ടു. ഈ കൂടാരപ്പെരുന്നാൾ ഒഴിച്ച് പഴയ നിയമത്തിലെ യഹോവയുടെ ഉത്സവങ്ങൾ, പെരുന്നാളുകൾ എല്ലാം നിവൃത്തിയായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വീണ്ടും വരുമ്പോൾ ഈ പെരുന്നാളും നിവൃത്തിയാകും. അങ്ങനെ ആ സമയത്തിലെ വലിയ സന്തോഷത്തിന്റെ പ്രതീകമാണ് അത്. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ ഏറ്റവും അധികം സന്തോഷത്തോടെ ആഘോഷിച്ചിരുന്ന പെരുന്നാളായിരുന്നു ഈ കൂടാര പെരുന്നാളെന്ന്. കൊയ്ത്ത് കഴിഞ്ഞു വരുന്നതായതിനാൽ കൊയ്ത്ത് പെരുന്നാൾ എന്നും, കായ്കനികൾ ശേഖരിച്ച ശേഷമുള്ളതായതുകൊണ്ട് കായ്കനി പെരുന്നാൾ എന്നും ഇതിനെ പഴയ നിയമത്തിൽ പലയിടത്തും വിളിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂ പ്രയാണത്തിൽ കൂടാരത്തിൽ പാർത്തതിന്റെ ഓർമ്മയ്ക്കായി ഈ ഉത്സവ സമയത്ത് ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കി അതിൽ അവർ പാർക്കുമായിരുന്നു. നമുക്കിനിയും 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. 7-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോകാം. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവന്റെ സഹോദരന്മാർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പലർക്കും ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്നെനിക്കറിയാം. യേശുവിന്റെ അർദ്ധ സഹോദരന്മാരെക്കുറിച്ചും അർദ്ധ സഹോദരിമാരെക്കുറിച്ചും ഞാൻ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ പഠിപ്പിച്ചപ്പോൾ വിവരിച്ചത് അംഗീകരിപ്പാൻ പലർക്കും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായി. അവര് തെറ്റ് പഠിപ്പിക്കുന്നു എന്നല്ല. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പലരും എഴുതിയ കത്തുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്. ഇതിൽ അവർ ചിന്തിച്ചതും വായിച്ചതും പഠിച്ചതുമൊക്കെ വളരെ അഭിനന്ദനാർഹമാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയത്തോട് ആരെങ്കിലും വിയോജിപ്പ് കാണിച്ചാൽ ഉടനെ അവരെല്ലാം എൻ്റെ ശത്രുക്കളായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. അങ്ങനെയുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. യേശുവിന്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തെക്കുറിച്ച് അവർക്ക് യേശുവിനോട് ഉണ്ടായിരുന്ന ബന്ധത്തെ ചൊല്ലി ആദിമസഭയിൽ പോലും വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ചിലർ പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന സഹോദരങ്ങൾ യോസഫ് നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നു, ആ ബന്ധത്തിലേതാകുന്നു എന്ന്. വേറെ ചിലർ പറഞ്ഞു, ഇവർ യേശുവിന്റെ
അടുത്ത ബന്ധത്തിലുള്ള സഹോദരന്മാരും സഹോദരിമാരുമായിരുന്നു എന്ന് നമ്മളൊക്കെ കസിൻസ് എന്ന് പറയുമല്ലോ, അതുതന്നെ. ഇനിയും മറ്റു ചിലരുടെ അഭിപ്രായം ഇവർ യേശുവിൽ വിശ്വസിച്ച വിശ്വാസികളായിരുന്നു എന്നത്രേ. എന്നാൽ ഏറ്റവും അംഗീകാരയോഗ്യവും ലളിതവുമായ അഭിപ്രായം ഇവർ യോസഫിന്റെയും മറിയത്തിന്റെയും മക്കൾ തന്നെ ആയിരുന്നു, അതായത് യേശുവിന്റെ ഇളയ അർദ്ധ സഹോദരങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇവരിൽ 4 പേരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നു. സഹോദരിമാരുടെ പേരുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ അർദ്ധ സഹോദരങ്ങൾ അല്ല എന്ന് വാദിക്കുന്നവരുടെ വ്യാഖ്യാനത്തിൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു കാര്യം യേശു അല്ലാതെ മറിയത്തിന് മറ്റു മക്കൾ ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യമെങ്കിൽ അത് അതുപോലെ അംഗീകരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് അങ്ങനെയൊന്ന് വിശ്വസിക്കുന്നതിനാൽ എന്റെ വിശ്വാസ ജീവിതത്തിന് ഏതെങ്കിലും വിധത്തിൽ കോട്ടം സംഭവിക്കും എന്നും തോന്നുന്നില്ല. എന്നാൽ അവന്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് സഹോദരന്മാർ സ്വന്തമല്ല എന്നും അമ്മ മറിയം തന്നെ ആകുന്നു എന്നും വ്യാഖ്യാനിക്കുന്നത് ബുദ്ധിമോശമല്ലേ? അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അവന്റെ സ്വന്തം സഹോദരന്മാർ എന്ന് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് യേശുവിന്റെ മഹത്വം അല്ലെങ്കിൽ യേശുവിന്റെ പദവിയൊന്നും പോകുന്നില്ലല്ലോ. യേശുവിന്റെ സ്വന്തം സഹോദരന്മാരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നതെന്ന് വാദിച്ച ചിലർ ഒരു മുൻവിധിയിൽ നിന്നും കാര്യങ്ങൾ ദർശിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അവരേതെങ്കിലും ദുരുപദേശം പഠിപ്പിച്ചു എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. അവർ ഒരു മുൻവിധിയിൽ നിന്നും കാര്യങ്ങൾ ദർശിക്കുന്നു. അതായത് മറിയത്തിന് മറ്റു മക്കൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന ഉപസംഹാരത്തിൽ നിന്നും താഴേക്കവർ വ്യാഖ്യാനിക്കുന്നു. ചില സ്നേഹിതർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് എഴുതി. അവരെഴുതിയപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ മറ്റുള്ളവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ കൂടി വായിക്കണം എന്ന് അഭിപ്രായപ്പെട്ടു. നല്ല അഭിപ്രായം. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. എല്ലാ വ്യാഖ്യാനവും എനിക്ക് ലഭിക്കാവുന്ന വ്യാഖ്യാനങ്ങളൊക്കെ 2 വശത്തു നിന്നുള്ളത് വിശദമായി ഞാൻ വായിച്ചു. എന്നിട്ട് യേശുവിന്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് യോസഫിനും മറിയയ്ക്കും ജനിച്ച യേശുവിന്റെ അർദ്ധ സഹോദരന്മാർ ആകുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് യുക്തം എന്ന് ഗ്രഹിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ അവരുടെ പേരുകൾ പോലും നൽകിയിരിക്കുന്നുണ്ടല്ലോ. അതെ, യാക്കോബ്, യോസെ, ശിമോൻ, യൂദ. അവന്റെ അർദ്ധ സഹോദരനായ യാക്കോബാണ് പിന്നീട് ആ ലേഖനം എഴുതിയത് എന്നോർക്കണം. യൂദ എഴുതിയ ലേഖനം മറ്റൊരു സഹോദരനായ യൂദ ആയിരിക്കും എഴുതിയത്. എന്നാൽ അതൊക്കെ വളരെ കഴിഞ്ഞാണ്. നാം ഇപ്പോൾ പഠിക്കുന്ന ഈ ഭാഗത്തെ സമയത്ത് ഇവരാരും യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. തനിക്കൊരിക്കലും ഉപയോഗമല്ലാത്ത അഭിപ്രായങ്ങൾ അവർ അവന് നൽകുന്നതായിട്ടാണ് നാം കാണുന്നത്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടത് അതത്രേ. എന്നാൽ അവരോട് യേശു പറയുന്ന മറുപടി ശ്രദ്ധിച്ചോ? യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. 6-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവർ തങ്ങളുടെ അവിശ്വാസത്തിൽ നിന്നുമാണല്ലോ അവനെ ഉപദേശിക്കുന്നത്. എന്നാൽ യേശു അവരുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല. അവൻ പരിപാടി അനുസരിച്ച് തന്നെ മുൻപോട്ട് പോകുന്നു. എന്നാൽ അത് തന്റെ പിതാവിന്റെ പരിപാടിയാകുന്നു. അവൻ ലോകത്തിന്റെ ജ്ഞാനത്തെ അല്ല പിൻപറ്റുന്നത്, തന്റെ സ്വന്തം ചിന്താഗതിയെയും അല്ല അവൻ അനുഗമിച്ചത്. അവൻ പിതാവിന്റെ വ്യക്തമായ പരിപാടി അനുസരിച്ചാണ് മുന്നേറിയത്. അവൻ ദൈവത്തിന്റെ ഹിതമത്രേ പ്രവർത്തിച്ചത്. താൻ പെരുന്നാളിന് പോകുന്നില്ല എന്ന് യേശു പറഞ്ഞില്ല. പിന്നെയോ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ച് പൊതുജനത്തിന്റെ അംഗീകാരം വാങ്ങിക്കുവാൻ തനിക്ക് പ്ലാനില്ല എന്നാണ് യേശു പറയുന്നത്. ആരെങ്കിലും പറയുന്നത് എന്തെങ്കിലും ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയല്ല അവന്റെ പരിപാടി. അവന്റെ പിതാവ് നിശ്ചയിച്ച സമയത്ത് പിതാവിന്റെ മാർഗത്തിലൂടെ അവൻ പോകുന്നതാണ്. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു. ലോകം ക്രിസ്തുവിനോട് ശത്രുതയിലാണ്. ലോകം എന്നത് അവിശ്വസിക്കുന്ന ജനത്തെയാകുന്നു കാണിക്കുന്നത്. അവർ അവനെ പകയ്ക്കുന്നതിന് കാരണം യേശു കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായതിനാലാണ്. അവൻ ആ വെളിച്ചം പ്രകാശിപ്പിക്കുന്നു. ആ വെളിച്ചം തെറ്റായവയെല്ലാം വെളിപ്പെടുത്തുന്നു. അതെ, അത് പാപം വെളിപ്പെടുത്തുന്നു. വെളിച്ചമായാൽ പിന്നെ മറഞ്ഞിരിക്കാൻ സാധ്യമല്ലല്ലോ. അവൻ പാപത്തെ കുറ്റം വിധിക്കുന്നു. ഇന്നും അവനെ പകയ്ക്കുന്നതിന്റെ കാരണം അതുതന്നെയാണ്.
തൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ, തൻ്റെ ജീവിതം കൊണ്ട് തന്നെ അവൻ പാപത്തെ കുറ്റം വിധിക്കുന്നു. അവൻ ഒരു വിധത്തിലും പാപത്തെ വെറുതെ വിടില്ല സുഹൃത്തെ. ഈ അവസ്ഥ മനുഷ്യ ഹൃദയത്തിൽ ഒരു ശത്രുത വളർത്തുന്നു. കാരണം മനുഷ്യ ഹൃദയം സ്വതവേ ദുഷ്ടത നിറഞ്ഞതാണ്. മനുഷ്യകുലത്തെ സ്നേഹിച്ചതിനാലാണ് യേശു ക്രൂശിന്മേൽ കയറിയത്. ശത്രുവായിരുന്ന, എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന മനുഷ്യന്റെ ഹൃദയത്തെ തകർത്തത് വീണ്ടെടുപ്പിന്റെ സ്നേഹമൊന്നാകുന്നു. തർസോസുകാരനായ ശൗലിന്റെ ജീവിതത്തിൽ നാം ഇത് വളരെ വ്യക്തമായി കാണുന്നു. അവൻ കുലനിശ്വസിച്ചുകൊണ്ട് നാട് മുഴുവൻ നടന്നു. കർത്താവായ യേശുവിനെ അനുഗമിച്ചിരുന്ന ഓരോരുത്തരെയും ശൗൽ വെറുത്തു. എന്നാൽ കർത്താവായ യേശുവിനെ തന്റെ രക്ഷകനായി അവൻ അറിഞ്ഞപ്പോൾ അത് അവന്റെ ഹൃദയം തകർത്തു. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞത്, അവൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു എന്നത്രേ. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല, രഹസ്യത്തിൽ എന്ന പോലെ പോയി. അവൻ ഒരുപക്ഷെ തന്റെ ശിഷ്യന്മാരോടൊത്ത് വേറെ വഴിയായി ചെന്ന് ആട്ടുവാതിൽ വഴിയായി പട്ടണത്തിൽ കടന്നിരിക്കാം. എനിക്ക് തോന്നുന്നത് അവൻ തന്റെ വിജയപ്രവേശനത്തിന് മുൻപ്, അതായത് ഹോശാനയ്ക്ക് മുൻപ് യെരുശലേമിൽ പ്രവേശിച്ചിട്ടുള്ളപ്പോഴെല്ലാം ആട്ടുവാതിൽക്കൽ കൂടി ആയിരിക്കും പ്രവേശിച്ചിട്ടുള്ളത്. തന്റെ വിജയപ്രവേശന സമയത്ത് അവൻ പരസ്യമായി കടന്നു വന്ന് തന്നെ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒന്നുകിൽ അവനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുവാൻ അവർക്ക് അവസരം നൽകി. അവർ ചെയ്തത് എന്താണെന്നറിയാമല്ലോ. 11 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യഹൂദന്മാർ പെരുന്നാളിൽ അവൻ എവിടെയെന്ന് ചോദിച്ച് അവനെ അന്വേഷിച്ചു. പുരുഷാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശുകുശുപ്പുണ്ടായി. അവൻ നല്ലവനെന്ന് ചിലരും, അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. എങ്കിലും യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും പ്രസിദ്ധമായി അവനെക്കുറിച്ച് സംസാരിച്ചില്ല. യഹൂദന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മതഭരണാധികാരികളെ ഉദ്ദേശിച്ചാണ്. അവർ അവനെ പെരുന്നാളിൽ പ്രതീക്ഷിച്ചതിനാൽ അന്വേഷിച്ചു. അവർ അങ്ങനെ പ്രതീക്ഷിച്ചതിന് കാരണമുണ്ട്. അവൻ പെരുന്നാളിൽ വരേണമെന്ന് ന്യായപ്രമാണം പറഞ്ഞിരുന്നു. അവനെക്കുറിച്ച് വളരെയേറെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വളരെ രഹസ്യമായിട്ട് മാത്രമാണ് നടന്നിരുന്നത്. കാരണം അവൻ അനുകൂലമായി എന്തെങ്കിലും ഉരിയാടുന്നവന് ശിക്ഷ നിശ്ചയമായിരുന്നു. അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്യുവാൻ വരെ പരിപാടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുജനം വളരെയധികം ഭയപ്പെട്ടിരുന്നു. 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ കൂടാരപ്പെരുന്നാളിന്റെ മധ്യത്തിൽ യേശു ചെയ്ത പ്രഭാഷണമാകുന്നു. 3 കൂട്ടരോട് ചെയ്ത 3 പ്രഭാഷണം ഇതിൽ കാണാൻ സാധിക്കും. ഒന്നാമതായി 24 വരെ, 14 മുതൽ 24 വരെ യഹൂദന്മാരോട് അവൻ ചെയ്യുന്ന പ്രഭാഷണവും, രണ്ടാമതായി 25 മുതൽ 30 വരെ യെരുശലേമിൽ ചിലരോട് അവൻ ചെയ്യുന്ന പ്രഭാഷണവും, മൂന്നാമതായി 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതന്മാരോടും പരീശന്മാരോടും അവൻ ചെയ്യുന്ന പ്രഭാഷണവും കാണുവാൻ കഴിയുന്നുണ്ട്. 14-ാം വാക്യം തന്നെ നോക്കിക്കാണ്ട്, പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. പെട്ടെന്നിതാ അവൻ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതും പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം. ഈ പെരുന്നാൾ 8 ദിവസം നീളും. ഇപ്പോൾ ഇതാ 4 ദിവസത്തെ പെരുന്നാൾ കഴിഞ്ഞിരിക്കുന്നു. ദേവാലയത്തിൽ പരസ്യ ഉപദേഷ്ടാവായി യെരുശലേമിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അതെ, ഈ പെരുന്നാൾ ദൈവത്തിന്റെ കലണ്ടറിൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ കാര്യപരിപാടി രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കലണ്ടറിൽ ഈ പെരുന്നാളും രേഖപ്പെടുത്തിയിരുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. യേശു കർത്താവ് പഠിപ്പിക്കുന്നത് എത്ര പ്രാവശ്യം ഞാൻ കാണുന്നു. ദൈവവചനത്തിന് അവൻ നൽകിയ മുൻഗണന പ്രത്യേകം ശ്രദ്ധിച്ചാലും ഈ യഹൂദന്മാർ, അതായത് മത നേതാക്കന്മാർ, ആകെ അമ്പരന്നു. കാരണം യേശു ഈ പറയുന്നത് പോലെ റബിമാരുടെ സ്കൂളിലൊന്നും പോയി പഠിച്ചിരുന്നില്ല. പിന്നെ അവന് ഇങ്ങനെ സംസാരിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ ആശ്ചര്യപ്പെടുകയാണ്. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് അംഗീകരിക്കുവാൻ അവന്റെ ശത്രുക്കൾ പോലും നിർബന്ധിതരായി. ഇവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പുച്ഛരസത്തെ കാണിക്കുന്നതിനാണ്. വിദ്യാഭ്യാസം എന്നത് കേവലം അക്ഷരാഭ്യാസം എന്ന അർത്ഥത്തിലല്ല. യേശുവിന് വായിക്കുവാനും എഴുതുവാനും അറിയാമായിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങളിലും നാം അത് കാണുന്നു. എന്നാൽ പൗലോസിനെ പോലെ നമ്മുടെ കർത്താവ് പ്രസിദ്ധ പണ്ഡിതന്മാരുടെ കീഴിൽ വേദശാസ്ത്രമൊന്നും പഠിച്ചിരുന്നില്ല എന്നോ പൗലോസിനെ പോലെ വിദ്യാബഹുത്വമില്ലായിരുന്നു എന്നോ ആകുന്നു ഇവിടുത്തെ അർത്ഥം.
പണ്ഡിതന്മാരായ ഗുരുക്കന്മാർക്ക് മാത്രം വശമായ വിദ്യാഭ്യാസ യോഗ്യതകൾ അവനിൽ കണ്ടതിനാലാണ് അവർക്ക് ആശ്ചര്യം തോന്നിയത്. യേശുവിന്റെ ശിഷ്യന്മാരും ഇതേ പ്രശ്നത്തെ അഭിമുഖീകരിച്ചതായിട്ട് നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസിന്റെയും യോഹന്നാന്റെയും പ്രസംഗം കേട്ടവർക്കും ഈ ആശ്ചര്യമുണ്ടായി. ദൈവവചനം ഘോഷിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് ഇന്നും ലോകം ഇങ്ങനെ ആശ്ചര്യപ്പെടാറുണ്ട്. ദൈവശബ്ദം എന്നും എല്ലാവർക്കും ആശ്ചര്യമായിരിക്കും. യേശുവിന്റെ ഒരു യഥാർത്ഥ ശിഷ്യൻ ലോകത്തിന് അത്ഭുത വിഷയമായിരിക്കും. സംസാരം മാത്രമല്ല, ജീവിതവും. പഠിപ്പും പദവിയും മറ്റ് ശ്രേഷ്ഠതകളും ഒന്നുമല്ല അതിന് കാരണം എന്നോർക്കണം. ദൈവത്തെ അനുസരിച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തികളായിരിക്കണം എന്ന് മാത്രം. 16-ാം വാക്യം കൂടി നോക്കിക്കാട്ടെ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. യേശുവിന്റെ ദൂത് തള്ളിക്കളയുക എന്നാൽ ദൈവത്തിന്റെ ദൂത് തള്ളിക്കളയുക എന്നത്രേ. 4-5 അധ്യായങ്ങളിൽ അവൻ പറഞ്ഞത് തന്നെ തള്ളിക്കളയുന്നവൻ പിതാവിനെ തള്ളിക്കളയുന്നു എന്നത്രേ. യേശു തന്നെ ദൈവത്തോട് സമനാക്കിയിരുന്നില്ല എന്ന് എന്നോട് പറയരുതേ. അവൻ ദൈവത്തോട് സമനല്ല എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ വാദിക്കാവുന്നതാണ്. എന്നാൽ താൻ ദൈവത്തോട് സമനാകുന്നു എന്ന് ബൈബിളിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് താങ്കൾക്ക് ഒരിക്കലും പറയുവാൻ സാധ്യമല്ല. താങ്കൾക്ക് അത് വിശ്വസിക്കാതിരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ബൈബിളിൽ അപ്രകാരം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് എങ്ങനെ പറയുവാൻ കഴിയും? വളരെ വ്യക്തമായും ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, യേശുവിന്റെ ഉപദേശം ദൈവത്തിൻ്റെതാണ്. യേശു ദൈവമാകുന്നു. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവർ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. ആരെങ്കിലും അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ എന്നത്രേ ഇവിടെ പലരും തർജ്ജമ ചെയ്തിട്ടുള്ളത്. സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്നത്രേ. കടന്നു വന്ന് ഒരു പരിശോധന നടത്തുവാൻ യേശു താങ്കളെ ക്ഷണിക്കുന്നു. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, അതെ, അവനാണ് അറിയുന്നത്. ദൈവവചനത്തോട് ഒരു സ്നേഹത്തിന്റെ മനോഭാവം ഉണ്ടായിരിക്കേണ്ടതാണ്. ആരോ പറഞ്ഞു, മനുഷ്യജ്ഞാനം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സ്നേഹിക്കുവാൻ സാധിക്കൂ, എന്നാൽ ദൈവീക ജ്ഞാനം സ്നേഹിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന്. ഇവിടെ ആ യഥാർത്ഥ പടികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അറിവ്, സ്നേഹം, അനുസരണം, അതത്രേ താങ്കൾ ചെയ്യുവാൻ യേശു ആവശ്യപ്പെടുന്നത്. അവിടെയും ഇവിടെയും ഇരുന്ന് പറയുവാൻ എളുപ്പമാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കുവാൻ നമുക്ക് ഭയങ്കര താല്പര്യമാകുന്നു. എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നാം കാണിച്ചു കൊടുക്കും. എന്നാൽ വാസ്തവത്തിൽ നാം അത് അറിയുന്നുണ്ടോ? യേശു പറഞ്ഞു, ദൈവത്തെ രുചിക്കുക എന്ന്. ആരെങ്കിലും അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിച്ചെന്നാൽ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. അതത്രേ ദൈവവചനത്തിലെ അത്ഭുതം. സുഹൃത്തെ, താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം ഇത് താങ്കൾക്ക് യാഥാർത്ഥ്യമാക്കി തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് താങ്കൾക്ക് സ്ഥിരപ്പെടുത്തി തരും. നാം ദൈവത്തെ അനുസരിക്കുവാൻ സന്നദ്ധരാണെങ്കിൽ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ നാം വ്യാജവും സത്യവും തമ്മിൽ തിരിച്ചറിയുവാൻ പ്രാപ്തരാകുകയും ചെയ്യും. ഇന്ന് പലരും തർക്കിക്കുവാൻ മാത്രം ദൈവവചനം വായിക്കുന്നതാണ് പ്രശ്നം. സംശയങ്ങൾ പരിഹരിക്കണം എന്നതാണ് പലരുടെയും മുഖ്യമായ ചിന്ത. അതുകൊണ്ട് കൂടുതൽ ചിന്താക്കുഴപ്പത്തിൽ എത്തിച്ചേരുകയാണ്. ദൈവത്തെ അനുസരിക്കുവാൻ ആത്മാർത്ഥമായി തീരുമാനിക്കുമെങ്കിൽ അത് അനുഗ്രഹത്തിന് വഴി തുറക്കും. ആത്മീക സത്യങ്ങൾ ബുദ്ധിയെയല്ല, ധാർമ്മിക ചിന്തയെയാണ് ഒന്നാമത് ബാധിക്കുന്നത്. ദൈവത്തെ അനുസരിക്കുവാൻ സമർപ്പിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹത്തിന് വഴി തുറക്കും. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.